ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ കാപ്പിലാരിറ്റിയുടെ എക്സ്പ്രഷൻ നോക്കുന്ന സമയത്ത് കാപ്പിലറി റൈസിൻ്റെ ആ ഒരു ഡെറിവേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു വാട്ടർ കോളം ഇതിനകത്ത് ഇങ്ങനെ വരച്ച് വെക്കുക. എന്നിട്ട് അവിടേക്ക് എന്ത് ചെയ്യാണ്, കാപ്പിലറി വെള്ളം ഇങ്ങനെ കയറുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ എന്താണ്, അപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റിയിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഞാൻ തന്നെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് പെട്ടെന്ന്. അപ്പം നിങ്ങൾ വെള്ളം ഇതിലേക്ക് റൈസ് ചെയ്യണമല്ലോ. വെള്ളം കുറച്ച് താത്തി, വെള്ളം ഈ ലെവൽ മതി. എന്നിട്ട് അതിലെ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. എവിടെ എ പോയിന്റ് ആണ്, ഇത് ഒരേ ഒറിസോണ്ടൽ ലെവലിൽ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്യട്ടോ. എയും ബിയും സിയും ഒക്കെ എന്താണ് ഒരേ ലെവലിൽ പോയിന്റുകളാക്കിയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് നമ്മൾ എന്താണ്, ഇത് ഔട്ട്സൈഡ് PO, ഇതിവിടെ ജസ്റ്റ് ഈ ഒരു സർഫസിൻ്റെ ആ ഒരു ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് PI എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ PI എന്താണെന്നറിയോ? ഈ PI ഇനി നിങ്ങൾ എഴുതുക. ഈ PI എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇവിടെ ജസ്റ്റ് ആ ഒരു എന്താ പറയുക, ആ ഒരു കോൺവെക്സ് സർഫസ് വരുന്ന ആ ഒരു ഭാഗം PI. ആ PI എന്താണെന്നറിയോ? ഈ PO ഉണ്ടല്ലോ പുറത്തെ, അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, 2S/R അല്ലെങ്കിൽ 2T/R. ഞാനിവിടെ T/R ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? PI = നിങ്ങൾ പഠിച്ചു വെക്കുക, PO - 2T/R. ഈ PO എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കേവിലുള്ളതാണ് PO. അത് എക്സസ് പ്രഷറിൻ്റെ കൺസെപ്റ്റാണ്, അതൊന്നും ഞാൻ പറയുന്നില്ല. തൽക്കാലം PI നിങ്ങൾ ഈ ഒരു ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ഈ PI ഉണ്ടല്ലോ, ഇതാ ഈ പോയിന്റിലെ പ്രഷർ PI എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തുള്ള PO എന്ന് എന്ത് ചെയ്യുക, 2T/R കുറയ്ക്കുന്നതാണ്. ഇനി നമുക്കറിയാം ഈ എയും ബിയും സിയും ഒക്കെ എന്താണ് ഒരേ ലെവലിലുള്ള പോയിന്റ് ആക്കിയിട്ട് വരക്കണം കേട്ടോ. ഇത് ലെവൽ മാറ്റരുത്. എയുടെ അതേ ലെവലിലാണ് B പോയിന്റ്, അതേ ലെവലിലാണ് C പോയിന്റ്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം PA = PB = PC. അപ്പോൾ അതെന്താണ്, ഇത് അറ്റ്മോസ്ഫിയറിനോട്, ഇവിടെ അറ്റ്മോസ്ഫിയർ ആണ്, ഇവിടെയൊക്കെ എന്താണ് ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടാവില്ല, ഇവിടെയൊക്കെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. അപ്പോൾ ഇതും ഈ PO, അപ്പോൾ ഇതെല്ലാം എന്താണ്, സെയിം ആണ്. ഇതെല്ലാം PA PB PC സെയിം ആണ് നമുക്കറിയാം. ഇനി PAയും PCയും എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. കാരണം അത് പുറത്തേക്ക് നിൽക്കുകയാണല്ലോ. ഈ P എന്താണ്, ഈ വെള്ളം പുറത്തേക്കാണ്, എയർ പ്രഷറാണ് അതിലേക്ക് ഉണ്ടാവുക. ഇവിടെ PCയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം PAയും PCയും ഒക്കെ എന്താണ്, PO ആണ്, ഔട്ട്സൈഡ് പ്രഷറാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. PATM എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ PO എന്ന് എഴുതാം. അപ്പോൾ അതുകൊണ്ട് തന്നെ PAയും PCയും തുല്യമാണല്ലോ PBയും. അപ്പോൾ PBയും ഇതൊക്കെ എന്താണ്, ഔട്ട്സൈഡ് പ്രഷർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്താം, PB എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുണ്ട്, PB എന്ന് പറഞ്ഞാൽ ഈ താഴെ പോയിൻ്റാണ്. അപ്പോൾ അവിടേക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PIൻ്റെ കൂടെ ഒരു H ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. ഈ കാപ്പിലറി ഹൈറ്റ് എത്രയാണ്, ഇത് H ആണ്. അപ്പോൾ ആ HρG അവിടെ വരും. അപ്പോൾ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്താണെന്നറിയോ, PB = PI + HρG എന്ന് എഴുതാൻ അങ്ങ് പഠിക്കുക. മനസ്സിലായില്ലേ? അതായത് ഈ PI എന്താണ്, PI നമുക്കറിയാം എന്താണ്, PO - 2T/R ആണ്. PB എന്താണ്, PB എന്ന് പറഞ്ഞാൽ PO ആണ്. അപ്പോൾ PBക്ക് പകരം PO എഴുതാം. PI നമ്മൾ പറഞ്ഞിട്ടുണ്ട് PO - 2T/R ആണ്. പ്ലസ് PB എന്ന് പറഞ്ഞാൽ PB POI, PI എന്ന് പറഞ്ഞാൽ PO - 2T/R ആണ്. ഇവിടെ എന്തുണ്ട്, HρG ഉണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കട്ടായി പോയി. ഈ 2T/R ഇങ്ങനെ എഴുതുക. 2T/R = എന്ത് വരും, HρG എന്ന് വരും. മനസ്സിലായില്ലേ? HρG. ഇവിടെ നിന്ന് ഇങ്ങനെ H എന്താ, നമുക്ക് H ആണ് കാണേണ്ടത്. ആ റോജിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ H = എന്താവും, 2T/R ρG എന്നാവും. ഇനി R എന്താണെന്നറിയോ, നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് വെക്കുക. ആ ഒരു ക്യാപ്പിലാരിറ്റി, ആ ഒരു സർഫസിൻ്റെ ആ ഒരു എന്താ പറയുക, ട്യൂബിൻ്റെ റേഡിയസ് ഇങ്ങനെയാണ് R, സ്മോൾ r. ആ സർഫസിൻ്റെ അതിനകത്ത് ഇതാണ്, അതിൻ്റെ മെനിസ്കസിൻ്റെ അത് ക്യാപിറ്റൽ R, ട്യൂബിൻ്റെത് സ്മോൾ r. അപ്പോൾ ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇവിടുന്ന് കോസ് തീറ്റ കിട്ടും. കോസ് തീറ്റ എന്ത് എഴുതി വെക്കുക, കോസ് തീറ്റ = adjacent side by hypotenuse R/R എന്ന് എഴുതി വെക്കുക. R/R. മനസ്സിലായില്ലേ? അപ്പോൾ R/R നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇനി കോസ് തീറ്റയ്ക്ക് എന്ത് ചെയ്യുക, അവിടെ ക്യാപിറ്റൽ R അപ്പോൾ എന്താ വരിക, ക്യാപിറ്റൽ R = സ്മോൾ r cos തീറ്റ എന്ന് എഴുതും. അപ്പോൾ ഈ ക്യാപിറ്റൽ R ഇവിടെ മാറ്റുക. അപ്പോൾ H = എന്ത് വരും, 2T/R cos തീറ്റ ρG അവിടെ ഉണ്ട്, അത് വരും. ഇത് കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ഡെറിവേഷനാണ്. ഇനി എന്ത് ചെയ്യും, ഈ കോസ് തീറ്റ ROG ഉണ്ട്, ROG ഇവിടെ ഉണ്ട്. ഈ കോസ് തീറ്റ R-നെ നമ്മൾ എന്താ ചെയ്യുക, R cos തീറ്റ ആക്കി. ഇനി കോസ് തീറ്റ മുകളിലോട്ട് പോകും. അപ്പോൾ H = എന്താകും, 2T cos θ/ROG എന്ന് വരും. അപ്പോൾ ഇത്രയും സംഭവം ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളിപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് PI എന്ന് പറഞ്ഞാൽ എന്താണ്, PO - 2T/R എന്ന് പഠിച്ചു വെക്കുക. PI എന്താണ്, PO - 2T/R, ഇത് പഠിച്ചു വെക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെക്കുക, PAയും PBയും PCയും ഒക്കെ എന്താണ്, ഔട്ട്സൈഡ് പ്രഷറിന് തുല്യമാണെന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് PB എന്താണ്? PB എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ PI ഇവിടെ എന്താണോ പ്ലസ് ആ ഹൈറ്റ് HρG ഉണ്ടാവും.
അപ്പോൾ പി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഐ പ്ലസ് എച്ച് റോ ജി ആണ്. ഇനി പി ഐക്ക് പി ഐയുടെ വാല്യൂ കൊടുക്കുക. ദെൻ പി ഐ എന്ന് പറഞ്ഞാൽ പി ഒ മൈനസ് 2t/r ആണ്. പ്ലസ് എച്ച് റോ ജി അവിടെ എഴുതുക. പി ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ഒ തന്നെയാണ്. അപ്പോൾ ഈ പി ഒ വെട്ടിപ്പോയി. 2t/r = എച്ച് റോ ജി വന്ന്, എച്ച് = 2t/r റോ ജി വന്ന്. പിന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ ആറിനെ നമ്മൾ എന്ത് ചെയ്യുക? ആറിന് ഇവിടെ നിന്ന് നിങ്ങൾ ഈ ട്രയാങ്കിളിൽ നിന്ന് ക്യാപിറ്റൽ ആർ = സ്മോൾ r ബൈ കോസ് തീറ്റ എന്ന് പഠിച്ചു വെക്കുക. അപ്പം ക്യാപിറ്റൽ ആറിനെ സ്മോൾ r ബൈ കോസ് തീറ്റ ആക്കി കൊടുക്കുക. ഈ കോസ് തീറ്റ അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ അത് മുകളിലോട്ട് പോകും. അപ്പോൾ എച്ച് = 2t കോസ് തീറ്റ/r റോ ജി എന്നാവും. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇത് വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായാലും നന്നായി പഠിക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.